പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേൾക്കൊണ്ടേ തീർന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യം വായിക്കാം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഓതി, അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവരോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. തൻ്റെ ശിഷ്യന്മാരോട് താൻ ചെയ്ത വാഗ്ദത്തം പോലെ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ തോമസ് പറഞ്ഞ ഒരു വാക്കാണ്, സ്വത്രം, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ ആണിപ്പഴുതിൽ എൻ്റെ കരമിടണം, അവൻ്റെ വിലാപ്പുറത്ത് എനിക്ക് തൊടണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. നമുക്ക് കൂടെ നടന്ന ശിഷ്യന്മാർ യേശു പല വട്ടം അവരോട് പറഞ്ഞതാണ്, ഞാൻ കള്ളന്മാരുടെ കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, ഞാൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ തരും, ഞാൻ നിങ്ങളെ ഇവിടം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. സ്വത്രം, എൻ്റെ യേശു അപ്പച്ചൻ പറഞ്ഞതെല്ലാം നിവർത്തിക്കപ്പെട്ടു. കള്ളന്മാരുടെ കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ ക്രൂശിക്കും, ഞാൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത തോമസിനെ പോലെയാണ് പലപ്പോഴും മനുഷ്യരായ നമ്മുടെയൊക്കെയും ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എന്നാൽ കാണാതെ വിശ്വസിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം ഈ ലോകത്തിൽ മുഴുവത്തേക്കാൾ വലിയതാണെന്ന് തിരിച്ചറിയണം. സ്വത്രം, യേശുവിൻ്റെ വചനം എന്ത് പറഞ്ഞു അത് കാണാതെ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആമേൻ ആര് പറയുമോ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. നോക്ക്, ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് തന്നെ അയച്ചത് സ്വന്തം ഭൂമിയിലുള്ള നഷ്ടപ്പെട്ടു പോയ പാപത്തിന് അധീനരായിത്തീർന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, രോഗം ബാധിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന, തലമുറയോർത്ത് നിലവിളിക്കുന്ന തൻ്റെ മക്കൾക്ക് ആശ്വാസവും സ്വർഗീയ പർദീസയുടെ അവകാശവും നൽകേണ്ടതിന് സ്വന്തം പുത്രനെ ഭൂതലത്തിലേക്ക് പിതാവ് അയച്ചിട്ട് പറഞ്ഞൊരു വാക്കാണ്, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ എന്ന്. സ്വത്രം, യേശു പറയുമ്പോൾ സ്വർഗം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും ഇതുപോലെ കുറെ ചെന്നായ്ക്കളുടെ നടുവിലേക്കാ. സ്വത്രം, അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? യേശു പറഞ്ഞ പല കാര്യങ്ങളും അവർ ന്യായപ്രമാണം വെച്ച് കണ്ണിപ്പാൻ തുടങ്ങി. സ്വത്രം, എന്നാൽ യേശു പറഞ്ഞൊരു വാക്ക് കേൾക്കണമേ. സ്വത്രം, ഞാൻ ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല വന്നത്, ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിപ്പാനാണ് വന്നത്. സ്വത്രം, അങ്ങനെയെങ്കിൽ ആ ന്യായപ്രമാണത്തെ നിവർത്തിച്ച് കണ്ട ഇസ്രായേൽ ജനം, അധികാരി വർഗം യേശുവിനെ അംഗീകരിക്കുന്നതിന് പകരം യേശുവിനെ തിരസ്കരിക്കാനാണ് അധിക സമയം അവർ ചെലവിട്ടത്. എന്നാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ലോകം നിന്നെ പഴിക്കുമ്പോൾ നീ ഓർക്കുക, സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം വലിയതാണ്. സ്വത്രം, ഈ നല്ല പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, കണ്ണുനീര് കണ്ടാൽ മറികടന്നു പോകാത്ത കർത്താവിൻ്റെ കരത്തിൽ നിന്റെ ഭാരം ഇറക്കി
ഇറക്കി വെക്കണം. നീ അത് വഹിച്ചുകൊണ്ട് നടക്കരുത്. നിന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ഭാരം നിനക്ക് വലുതാണ്. നിന്റെ കൂട്ടാളിയെ കുറിച്ചുള്ള ഭാരം നിനക്ക് വലുതാണ്. നാളെയെക്കുറിച്ചുള്ള നിന്റെ ഭാരം നിനക്ക് വലുതാണ്. നിന്റെ രോഗത്തെക്കുറിച്ചുള്ള ഭാരം നിനക്ക് വലുതാണ്. നിന്റെ തലമുറയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിനക്ക് ഭാരം വലുതാണ്. അതെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്ന സ്തോത്രം, നീ ചുമന്നുകൊണ്ട് നടക്കാതെ നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന്റെ കാര്യത്തിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നീ ആഗ്രഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി സ്വർഗം അതിന് മറുപടി തന്നെ സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നെ മാനിക്കും. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച, യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എൻ്റെ പിതാവിനെ അഭിഷേകം ചെയ്ത് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരികയാ. സ്തോത്രം. നോക്ക്, അവരുടെ മേൽ കർത്താവ് ആത്മാവിനാൽ ഊതി അവർ ആത്മനിറവ് പ്രാപിച്ചവരായി ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം അവർക്കെതിരെ സ്തോത്രം അംഗീകാരമായിരുന്നില്ല ഉണ്ടായിരുന്നത്, പിന്നെയോ തിരസ്കരണമാ ഉണ്ടായിരുന്നത്. സ്തോത്രം. അവരെ ലോകം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം മറ്റൊന്നുമല്ല, സർവശക്തനായ ദൈവത്തിന്റെ നീതി ഭൂമിയിൽ തന്റെ പുത്രനോട് വെളിപ്പെടുത്തുമ്പോൾ അന്യായത്തെ മറിച്ച് കളഞ്ഞിട്ട് ന്യായത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ സ്വർഗം തീരുമാനിച്ചതുകൊണ്ട് തന്റെ പുത്രനെ ഭൂതലത്തിൽ ഇനി പാർപ്പിച്ചാൽ തങ്ങളുടെ അന്യായങ്ങൾ നടക്കത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ജനം ഒരുമിച്ച് നിന്ന് പറഞ്ഞൊരു കാര്യമാ, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകൽ വ്യക്തമായി പറയട്ടെ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് രാജ്യത്തിനും രാജ്യത്തെ ജനത്തിനും രാജാക്കന്മാർക്കും തലവേദന ഉണ്ടാക്കിയ ബറാബാസിനെ ലോകത്തിന് മതി. സത്യത്തിന്റെ വഴി പഠിപ്പിച്ച് സ്നേഹത്തിന്റെ പാതയിൽ ജനത്തെ കരം പിടിച്ച് നടത്തി, കുരുടന് കാഴ്ച കൊടുത്ത്, രോഗിക്ക് സൗഖ്യം കൊടുത്ത്, മരിച്ചവനെ ഉറപ്പിച്ച്, കരയുന്നവന്റെ കണ്ണുനീര് തുടച്ച്, വീണ് കിടക്കുന്നത് താങ്ങി എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ സകല നീതി നിവർത്തിക്കപ്പെടേണ്ടതിന് നിങ്ങളിത് ചെയ്യുക എന്ന് പഠിപ്പിച്ച യേശുവിനെ ആർക്കും വേണ്ട. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. അവൻ ശബത്ത് നാളിനെ അശുദ്ധമാക്കി. സ്തോത്രം. പ്രമാണത്തെ അവൻ മറിച്ചു കളഞ്ഞു. സ്തോത്രം. യേശു പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ആടോ നിങ്ങളുടെ കന്നുകാലിയോ സ്തോത്രം ശബത്ത് ദിവസം കുഴിയിൽ വീണാൽ നിങ്ങൾ എടുക്കാതെ ഇരിക്കുമോ? എന്തിനു പറയും? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഇരിക്കുമോ? ആ സമയത്ത് കണ്ടില്ല എന്ന് നടിക്കാതെ കണ്ണുള്ളവൻ കണ്ടുകൊണ്ട് അതിന് പ്രതിക്രിയ ചെയ്യാൻ തയ്യാറാത്തവൻ എന്ത് ശബത്ത് ആചരിക്കുന്നു? സ്വത്രം. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചെങ്കിൽ കർത്താവ് പറഞ്ഞ് അതിനെ നിവർത്തിപ്പാനാണ് ഞാൻ വന്നത്. സ്തോത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, യേശു കർത്താവ് കടന്നു വന്നിട്ട് 33.5 വർഷം ഈ ഭൂതലത്തിൽ പാർത്തെങ്കിലും 3.5 വർഷം മാത്രമാണ് തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഭൂമിയിൽ തികച്ചെടുപ്പാൻ തയ്യാറായത്. സ്തോത്രം. ആ തികച്ചെടുക്കുന്ന സമയം മുഴുവനും പിശാചി എങ്ങനെയും യേശുവിനെ തകർക്കണം, യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ തകർക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെ തടയണം എന്നാഗ്രഹിക്കുമ്പോൾ സർവശക്തനായ കർത്താവ് തൻ്റെ പ്രവൃത്തി തികച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരുമായി മുൻപോട്ട് പോകുമ്പോൾ ആ രാജ്യത്തെ രാജാവിനെ ഇളക്കിയിട്ട് പറയുന്നുണ്ട്, അവനെ ഈ ദേശത്തിന് കണ്ടേക്കരുത്, അവനിനി ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. യേശു കർത്താവ് പറഞ്ഞു, പകലുള്ളടുത്തോളം കാലം ഞാൻ എൻ്റെ ശുശ്രൂഷ തികച്ചെടുക്കരുതിന് ഇന്നും നാളെയും ഞാൻ ഈ പട്ടണത്തിലുണ്ട്, ആ കുറുക്കനോട് പോയി പറ എന്ന് യേശു പറയുമ്പോൾ സ്തോത്രം. യേശുവിനോട് ദേഷ്യമല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതുണ്ടാകാം. പ്രത്യേകിച്ചും രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിനെ കയറി കുറുക്ക എന്ന് വിളിച്ചാൽ അത് നിഷേധാത്മകമാണ്. അതുകൊണ്ട് രാജാവിന് ദേഷ്യമല്ലാതെ മറ്റൊന്നും തോന്നിയില്ല. എന്നാൽ പറയട്ടെ, യേശു സ്ഥാനസമ്പാദനത്തിന് വേണ്ടി ആയിരുന്നില്ല അത് പറഞ്ഞത്. സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും സമൂഹത്തെ മെച്ചപ്പെട്ട
ഇഷ്ടപ്പെട്ട പ്രശസ്തി ഉണ്ടാക്കാനും വേണ്ടിയായിരുന്നില്ല പറഞ്ഞത്. പിന്നെയോ വീണ് കിടക്കുന്നവനെ താങ്ങിയെടുത്ത് അവന്റെ മുറിവ് വെച്ച് കെട്ടി അവൻ ആശ്വാസം പകർന്നു കൊടുക്കുകയും കുരുടന്റെ കണ്ണ് കാണാതെ അവൻ നാളുകളായി ഇരുട്ടി തപ്പിത്തടന്ന് കണ്ടിട്ട് അവന്റെ കണ്ണിന് കാഴ്ച കൊടുത്തതും, അതുപോലെ തന്നെ പട്ടിണി കടന്ന് ചാകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൻ വയറു നിറച്ച് ആഹാരം കൊടുത്തതും, അതുപോലെ തന്നെ ജീവിതത്തിൽ രോഗം പേറി ശാപഗ്രസ്തയായി തീർന്ന സഹോദരി 18 വർഷമായി കരഞ്ഞും വിലപിച്ചും നടക്കുമ്പോൾ സ്വർഗം തന്റെ കരം നീട്ടി സൗഖ്യമാക്കിയതുമൊക്കെ ലോകത്തിലെ വൈദ്യന്മാർക്ക് സഹിപ്പാൻ കഴിയാത്ത കുറ്റമായി മാറി. ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഏതു രോഗിയെ ഏത് വൈദ്യൻ പൂർണ്ണമായി സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമോ? സ്തോത്രം. ലോകത്തിൽ ഒരു വൈദ്യനും ഒരു രോഗത്തെയും പൂർണ്ണമായി സൗഖ്യമാക്കാൻ കഴിയത്തില്ല. അവർ തരുന്ന മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പ്രതിരോധ ശക്തി വന്നിട്ട് നമ്മളിലൂടെ സൗഖ്യമാകുന്നത്, അല്ലാതെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ മാറട്ടെ എന്ന് പറഞ്ഞ് എടുത്തു കളയാൻ പറ്റുന്ന അവസ്ഥയല്ല. നാം തിരിച്ചറിയേണ്ട വ്യക്തമായ ഒരു കാര്യമുണ്ട്. രോഗിക്ക് വൈദ്യൻ ആവശ്യമാണ്, പക്ഷേ ഹൃദയത്തിനകത്ത് വീണ മുറിവിനെ കെട്ടുവാൻ, മനസ്സിനകത്ത് വീണ ഇരുട്ടിനെ മാറ്റുവാൻ ഒരു വൈദ്യനും ഒരു മന്ത്രവാദിക്കും ഒരു ശകുനവാദിക്കും ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു മത നേതാവിനും കഴിയത്തില്ല. അത് ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന ക്രിസ്തു അകത്ത് പ്രകാശിക്കണം. രോഗം മാറണമെങ്കിൽ നിന്റെ ശരീരാത്മതകളെ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിന് മാത്രമേ ആ രോഗത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ. സാമ്പത്തിക തകർച്ച നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് കരകയറാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കടം വാങ്ങി കൂട്ടി വെക്കല്ലാതെ ആ കടം വിട്ടാ നിവർത്തില്ല. നീ കരയുമ്പോൾ എല്ലാവരും നിന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന സമയത്തും സ്വർഗം നീ പോലും അറിയാത്ത നിനക്ക് പുതിയ വഴിയെ തുറക്കുന്നുവെങ്കിൽ ഇത്ര നല്ലവനായ ദൈവത്തിന് നീ മഹത്വം കൊടുക്കുന്നത് കുറഞ്ഞു പോകരുത്. നിന്റെ തലമുറയെ നോക്കി പഴിക്കുമ്പോൾ, നിന്റെ കൂട്ടാളിയെ നോക്കി കുറ്റം പറയുമ്പോൾ, നിന്റെ കുടുംബക്കാരെ പഴിക്കുമ്പോൾ അവരോട് പ്രതികാര ചിന്തയോടെ നോക്കാതെ നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നോക്ക്, വിധവ 2 വിറവ് പെറുക്കി തന്റെ കുഞ്ഞിന് ഉള്ള അട ഉണ്ടാക്കി കൊടുത്ത് മരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതാ വിശന്നു വലഞ്ഞ ഒരു ഏലിയാവ് ചെന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. അല്ലയോ സഹോദരി, നീ തിരികെ വരുമ്പോൾ വെള്ളം മാത്രമല്ല ഒരട കൂടി ഉണ്ടാക്കിക്കൊണ്ട് വരണം. സ്വത്രം. അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, സ്വത്രം. അല്ലയോ സഹോദര, എൻ്റെ വീട്ടിൽ ഒരു പിടി മാവും അല്പം എണ്ണയുമല്ലാതെ മറ്റൊന്നുമില്ല. അത് ഞാനും എൻ്റെ കുഞ്ഞും വെച്ച് കഴിച്ചു മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുക. സ്വത്രം. നോക്ക്, പ്രവാചകൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ആദ്യം നീ ഒരട എനിക്കുണ്ടാക്കി കൊണ്ടുവാ. ആ ഉണ്ടാക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, കൊണ്ടുവരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല. ക്ഷാമമുള്ള കാലവും ക്ഷേമമായി നീ പുലർത്തപ്പെടും. അന്നുവരെ അവൾ കേട്ട ഒരു വാക്കായിരുന്നില്ല. അന്നത്തെ പകൽക്കാലം അവൾ കേട്ടത് ഇല്ല എന്ന് പറഞ്ഞു സോറി പറഞ്ഞു പോകുന്നവരെയാ അവൾ പലരെയും കണ്ടിട്ടുള്ളത്. ഒരിക്കലും തന്റെ കലവറ നിറയുമെന്ന് പറയുന്ന ഒരു വാക്ക് ആരിൽ നിന്നും അവൾ കേട്ടിട്ടില്ല. ക്ഷാമം ദേശത്ത് കൊടുമ്പിരിക്കൊള്ളുമ്പോൾ വരുവാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ട് വിശ്വസിച്ചത് എങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ ഇല്ലായ്മകളെ ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുത്തിട്ട് നീ വിശ്വസിക്കണം. ഇതിനെ മാറ്റുവാൻ, ഇതിനെ നിറപ്പാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. എൻ്റെ കണ്ണുനീര് തുടപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒരു പൂർണ്ണത തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ കൂട്ടാളിയുടെ രോഗത്തെ എടുത്തു മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ചറ്റപ്പുര മാറ്റി അനുഗ്രഹിക്കപ്പെട്ട ഭവനം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ സൈക്കിൾ മാറ്റി എനിക്കൊരു നല്ലൊരു വണ്ടി തരുവാൻ ദൈവത്തിന് കഴിയും. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പിശാചിനെ തകർത്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിച്ചു കേട്ട് ആത്മാവിൽ പറ, കർത്താവേ നീ മാത്രം മതി, നിന്റെ കൃപ മാത്രം മതി. നീ എന്നോട് കൂടെയുണ്ടെങ്കിൽ ഞാൻ സകലത്തിലും ജയിച്ച് പുറത്തു വരുമെന്ന് പറ. ആത്മാവ് അത് കർത്താവ് പകരുമ്പോൾ കാണാതെ വിശ്വസിക്കാൻ അവർ തയ്യാറായത് കൊണ്ട് സ്വത്രം ദൈവത്തിന് മഹത്വം കണ്ടുന്ന തോമസോ അവൻ പറഞ്ഞൊരു
വാക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. തോമസ് കണ്ടപ്പോഴാണ് വിശ്വസിച്ചത്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, തോമസിനേക്കാൾ ഭാഗ്യം ലഭിച്ചവരാ നിങ്ങളും ഞാനും. യേശുവിൻ്റെ കൂടെ നടന്നിട്ട് പോലും സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടവനാ. എന്നാൽ യേശുവിനെ കാണാത്ത നീയും ഞാനും യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് യേശുവിൻ്റെ രക്ഷകനാന്ന് നീ പറഞ്ഞെങ്കിൽ കുഞ്ഞൻ ലോകത്തിന് മുമ്പിൽ നീ തോറ്റുപോകാൻ ഇടവരത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. പിശാച് നിന്നെ ഏത് വിധത്തിലും തോൽപ്പിക്കാൻ പദ്ധതി ഒരുക്കി നിന്റെ മുമ്പിൽ കടന്നു വരും. സ്വത്രം. അത് അപ്പനായി വരാം, അത് അമ്മയായി വരാം, അത് മോളായി വരാം, അത് മോനായി വരാം, അത് ബന്ധുക്കാരായി വരാം, അത് സ്നേഹിതനായി വരാം. അതാ പിശാചിന്റെ പരിപാടി. കാരണം നീ ദൈവത്തെ ആരാധിച്ചാൽ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, നീ ദൈവത്തോട് കൂടെ നിന്നാൽ തകരുന്നത് പിശാചിന്റെ തലയാണെന്ന് നന്നായിട്ട് പിശാചിനറിയാം. കാരണം അവൻ ഏത് തരത്തിലും നിന്നെ ഒരു ദരിദ്രനാക്കി നിന്നെ കുപ്പക്കുഴിയിലേക്ക് കൊണ്ട് തള്ളിയിട്ടിട്ട് കൈയടിച്ച് ചിരിക്കാൻ പിശാച് തന്ത്രങ്ങളെ മനഞ്ഞ് കാത്തിരിക്കുക. അതിന് നിനക്ക് സുഖമാണ്, നിനക്ക് സന്തോഷമാണ്, നീ ആഗ്രഹിക്കുന്ന എല്ലാം തരാമെന്ന് പറഞ്ഞ് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും നിന്നെ ഉപയോഗിപ്പിച്ചിട്ട് നിന്റെ നാവിലും നിന്റെ കയ്യിലും തന്നിട്ട് നിന്റെ വീടിനകത്ത് സന്തോഷത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ നല്ല പകലിൽ പറയട്ടെ, നീ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ വീടിനകത്ത് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമുയരും. നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നിന്റെ കലവറ ശൂന്യമാകാൻ ദൈവം അനുവദിക്കത്തില്ല. ലോകം പറയുന്നത് കേട്ട്, ലോകക്കാർ കാണിക്കുന്നത് കണ്ട് അതിന്റെ പിന്നാലെ പോയി സകലതും നേടാമെന്ന് നീ ആഗ്രഹിച്ചാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ആ നേടുന്നതിന്റെ കൂടെ ചില വേദനയും കൂടി ഉണ്ടാകും. എന്നാൽ എൻ്റെ ദൈവം തന്നാൽ വേദന ഉണ്ടാകത്തില്ല, സന്തോഷവും സമാധാനമേ ഉണ്ടാകത്തുള്ളൂ. സ്വത്രം. വ്യക്തമായി പറയാം, ഒരു നിസ്സാര കാര്യം മാത്രം പറയാം. സർക്കാർ നമുക്ക് ലോണ് തരുന്നുണ്ട്. സ്വത്രം. വീട് വെക്കാൻ, കാർ വാങ്ങാൻ, ആട് വാങ്ങാൻ, പശു വാങ്ങാൻ, അതുപോലെ തന്നെ വീടിനകത്ത് നല്ല ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി സ്വത്രം സർക്കാർ നമുക്ക് ലോണ് തരുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തോടെ അവർ പറയുന്ന പേപ്പറെല്ലാം നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. ആ ലോണ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആടിനെ കെട്ടാൻ കയറെടുത്ത് കുറ്റിയിലോട്ട് കെട്ടുമ്പം ദാ പറവേ ആള് വരുന്നു, ആ ലോണ് തിരിച്ചടയ്ക്കണം, ഇത്ര രൂപ പലിശയുണ്ട്. സന്തോഷം കെട്ടടങ്ങും. സ്വത്രം. ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ഞാൻ എവിടുന്ന് തിരിച്ചടയ്ക്കും. സ്വത്രം. മനസ്സ് തളരും, ശരീരം തളരും, മനസ്സ് വേദനിക്കാൻ തുടങ്ങും. പലരോടും ചെന്ന് പറയും, ഇങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ സംഭവിച്ചു പോയി. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും എൻ്റെ കരത്തിൽ വരുവാൻ കർത്താവ് നീ അനുവദിക്കരുത്. എന്നെ പുലർത്താമെന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ നീ എന്നെ പുലർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മക്കളെ അനുഗ്രഹിക്കാമെന്ന് നീ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടാളിന് രോഗം മാറ്റാമെന്ന് നീ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് ലോകത്തിന്റെ അംഗീകാരം വേണ്ടപ്പ, നിന്റെ കൃപ മതി എന്ന് പറഞ്ഞ് മുഴുമഹത്വവും ദൈവത്തിനൊന്ന് കൊടുത്തു നോക്ക്. നിന്നെ പഴിച്ചവരും നിന്നെ ദൂഷിച്ചവരും നിന്നെ കുറ്റം പറഞ്ഞവരും വന്ന് നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, സ്വത്രം. നല്ല വെള്ള ഷർട്ടുണ്ട്, നല്ല കറുത്ത പാൻറ്റുണ്ട്, മീശ എടുത്തിട്ടുണ്ട്, താടി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകം മുഴുവൻ രോഗമാണെങ്കിൽ നീ പറയുന്നതിനോട് എന്ത് നീതി. സ്വത്രം. ദൈവം നിന്നെ സൃഷ്ടിച്ചത് ഒരു രോഗമില്ലാത്ത ശരീരമായിട്ടാ. ദൈവം നിന്നെ സൃഷ്ടിച്ചത് സന്തോഷമുള്ളൊരു ഹൃദയമായിട്ടാ. ദൈവം നിന്നെ വളർത്തിയെടുത്തത് ആരോഗ്യമുള്ളൊരു ശരീരമായിട്ടാ. അങ്ങനെയാണെങ്കിൽ അതിനെ കെടുത്തിക്കളയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നീ ഒന്ന് നിന്നു നോക്ക്. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാം, നീ യേശുവിന് വേണ്ടി നിന്നെ കൊടുക്കുമ്പോൾ ലോകക്കാരെല്ലാരും നിന്നെ തള്ളിക്കളയും. നിന്റെ മാതാപിതാക്കൾ നിന്നെ കുറ്റം പറയാൻ തുടങ്ങും. നിന്റെ സ്നേഹിതർ നിന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? നീ കഞ്ചാവടിച്ചിട്ടും കള്ളടിച്ചിട്ടുമല്ല, നീ ബീഡി വലിച്ചിട്ടും ഓടെ കിടന്നിട്ടുമല്ല, പിന്നെയോ നീ ദൈവത്തെ അറിഞ്ഞ് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ടാ. അപ്പൊ സ്നേഹിതരിട്ടേച്ചു പോകും. സ്വത്രം. പല
പലരും കണ്ടിട്ട് കാണാതെ പോകും. അത് കാണുമ്പോൾ നിന്റെ മനസ്സ് തളരരുത്. നിന്റെ കൂടെ നിൽക്കുന്ന ആരാന്നറിയാമോ? ലോകത്തുള്ളവനേക്കാൾ വലിയവനാ, സ്വർഗത്തിലും ഭൂമിക്കും അവകാശിയായവനാ, സകലതും തരാൻ കഴിവുള്ളവനാ, സർവത്തിലും ഇത് നിന്നെ ഉന്നതനാക്കാമെന്ന് പറഞ്ഞവനാ. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം നീ ഒന്ന് നിന്ന് നോക്ക്. ഒരു കുപ്പി ബ്രാൻഡി കുടിച്ചാൽ 3 മണിക്കൂർ കൊണ്ട് നിന്റെ ബോധം കെട്ട് നീ വീണ് പിന്നെ എഴുന്നേക്കത്തില്ല. പക്ഷെ കർത്താവിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വന്നാണല്ലോ 30 വർഷമല്ല സ്വത്രം, നീ ജീവിക്കുന്ന കാലം മുഴുവൻ നിന്റെ ജീവിതത്തിൽ സന്തോഷമേ ഉണ്ടാവത്തുള്ളൂ സ്വത്രം. പക്ഷേ അതാരും ആഗ്രഹിക്കുന്നില്ല, അതാരും കാണുന്നില്ല. അപ്പോഴപ്പോൾ കിട്ടുന്ന നന്മയും അപ്പോഴപ്പോൾ കിട്ടുന്ന സന്തോഷത്തിനും വേണ്ടി വിലപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ഒരു നല്ല വസ്ത്രം നന്നായി നീ ഉടുക്കുന്നത് കണ്ടാൽ പിശാചിന് സഹിക്കത്തില്ല. നിന്റെ മക്കൾ ഒരു നല്ല സ്കൂളിൽ പഠിക്കുന്നത് കണ്ടാൽ പിശാചിന് സഹിക്കത്തില്ല. നിന്റെ കൂട്ടാളി ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്നത് കണ്ടാൽ പിശാചിന് സഹിക്കത്തില്ല. സ്വത്രം നീ ആയിരിക്കുന്ന ഭവനം നന്നായി ഒന്ന് മേഞ്ഞുകെട്ടി എടുത്താൽ പിശാചിന് സഹിക്കത്തില്ല. അപ്പൊ തുടങ്ങും കുറ്റം പറച്ചില്, പഴിചാരല്, അപവാദം പറച്ചില്, അപമാനം പറച്ചില്. ഇത് പറയുമ്പോ നീ ഓർത്തോണം, ഇതെനിക്ക് ദൈവം തന്നതാ, ഇതെനിക്ക് എൻ്റെ ദൈവത്തിന്റെ ദാനമാ. ഞാൻ എത്ര അപമാനം കേൾക്കേണ്ടി വന്നാലും, ഏതെല്ലാം നിലവാരത്തിൽ ഞാൻ നിന്നെ അനുഭവിക്കേണ്ടി വന്നാലും, എന്നെ ഉയർത്തിയ ദൈവത്തെ ഞാൻ മറന്നു കളയത്തില്ല. അവൻ എന്റെ ഉപനിധി, എന്നെ അവസാനത്തോളം കാക്കുവാൻ ശക്തൻ എന്ന് ഹൃദയത്തിൽ പറഞ്ഞിട്ട് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. നീ താഴ്ച പ്രാപിക്കില്ല, നീ ഉയർച്ച പ്രാപിക്കും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്തോത്രം. നല്ല ശമരിയക്കാരൻ്റെ ഉപമ. സ്തോത്രം. എന്താണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ? സ്തോത്രം. ഒരു മനുഷ്യൻ അർത്ഥപ്രാണനായി ശത്രുക്കൾ ബന്ധിച്ച് അടിച്ച് നശിപ്പിച്ച് വഴിയിലിട്ടേച്ച് പോയവൻ, പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്ന നിലവാരത്തിൽ വീണ് കിടക്കുന്നവനെ ഒരു പുരോഹിതൻ കണ്ട്, ഒരു ന്യായശാസ്ത്രി കണ്ടു. അവരെല്ലാം കണ്ടിട്ട് കാണാതെ പോയപ്പോൾ നല്ല ശമരിയക്കാരൻ അതുവഴി വന്നു. അവിടെ കിടന്ന് ഞരങ്ങുന്ന അവനെ താങ്ങിയെടുത്ത് അവൻ്റെ മുറിവ് വെച്ച് കെട്ടി വഴിയമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ വൈദ്യനോട് പറഞ്ഞിട്ട് പോയി, ഇവൻ്റെ മുറിവ് കരിയുന്നവരെ ഇവനിവിടെ പാർപ്പിക്കണം, എന്നിട്ട് അവന് വേണ്ടത് കൊടുക്കണം. എന്തെങ്കിലും അധികമായി നീ കൊടുക്കുന്നെങ്കിൽ അത് അതിൻ്റെ ഇരട്ടി തന്ന് ഞാനവനെ വീണ്ടുകൊള്ളാം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, നീ ചെയ്ത പാപങ്ങൾ, നീ പറഞ്ഞു പോയ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ പോക്ക് വരവ് എല്ലാം ദൈവത്തിന് ഹിതമല്ലാതെ ഇരുന്നിട്ടും നിന്നെ ചേർത്ത് പിടിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ അവന്റെ മകനായതുകൊണ്ടാ, നീ അവന്റെ മകളായതുകൊണ്ടാ. നിന്നെ തള്ളിക്കളയുവാൻ എൻ്റെ സ്വർഗത്തിൽ അപ്പന് മനസ്സില്ല. പക്ഷെ നീയോ പലവട്ടം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് മാറി നിന്ന് വീണ് കിടക്കുമ്പോ ദൈവത്തിന് മുഖത്തേക്ക് നോക്കി നിലവിളിക്കാതെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് നീ അകന്നു പോകുന്നത് കൊണ്ടാ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നത്. ഈ നല്ല പകൽ പറയട്ടെ, സകല ധനത്തിനും ഉന്നത പദവിയിലിരുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. സ്വസ്ഥതയില്ലാതെ ഞാൻ ഓടിയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. കണക്ക് നോക്കി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരു കാലമുണ്ടായിരുന്നു. സമൂഹത്തിലെ സ്ഥാനങ്ങളും മാനങ്ങളും അംഗീകാരങ്ങളും അധികാരങ്ങളും വന്നപ്പോൾ എനിക്ക് ഭ്രാന്തായതേ ഉള്ളൂ. എന്നാൽ എപ്പോൾ യേശു എന്നെ തൊട്ടോ അന്ന് മുതൽ എൻ്റെ ഭ്രാന്ത് മാറി ഞാനൊരു മനുഷ്യനായി തീർന്നെന്ന സ്വത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ. പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാർത്തയ്ക്ക് സമമാകാതെ നല്ല അംശം തെരഞ്ഞെടുത്ത മറിയെ പോലെ യേശു വരും. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ എൻ്റെ വീടിനകത്തെ കണ്ണുനീര് മാറ്റി സന്തോഷമാക്കും എന്ന് വിശ്വസിക്കുന്ന ആ മറിയെ പോലെ കുഞ്ഞെ നീ വിശ്വസിക്കണം. എൻ്റെ കഷ്ടം മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും. എൻ്റെ ഭവനത്തിനകത്ത് ഈ വിട്ട് വരുന്ന രോഗത്തെ മാറ്റാൻ യേശുവിന് കഴിയും. സ്തോത്രം. എൻ്റെ ഭവനത്തിനകത്ത് സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ യേശുവിന് കഴിയും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി ഒരുക്കി കൊടുക്കുവാൻ യേശുവിന് കഴിയും. സ്തോത്രം. എൻ്റെ ഭവനത്തിന്റെ ദുസ്ഥിതി മാറ്റുവാൻ യേശുവിന് കഴിയും എന്ന് വിശ്വസിച്ചിട്ട് മഹത്വം
മൊത്തം മുഴുവനും സർവശക്തനെ ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നീ കടന്നുപോയി ദൈവമക്കളോട് ചേർന്നിരുന്ന്, ദൈവദാസോട് ചേർന്നിരുന്ന് കരങ്ങളെ അടിച്ചു പാടി ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ കുഞ്ഞ് നിന്നെ പോലെ ലോകത്തിൽ ഉയർച്ച പ്രാപിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല. നിന്നെ പോലെ സൗഭാഗ്യത്തോടെ രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സന്തോഷത്തിന്റെ നാളുകളെ നടത്തുന്ന വേറൊരു നാളുകൾ ഉണ്ടായിരിക്കത്തില്ല. നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തിയും ഉണ്ടായിരിക്കത്തില്ല. ഒരു ചോദ്യം ഇപ്പൊ മുമ്പിൽ വരുന്നുണ്ട്. ദൈവത്തെ വിളിച്ചാൽ മാത്രമേ ഇതൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. സ്വത്രം, പണമുണ്ടെങ്കിൽ ഇതെല്ലാം കിട്ടത്തില്ലയോ? സ്വത്രം, കാശുണ്ടെങ്കിൽ നല്ല സ്നേഹിതരുണ്ടാകും, കാശുണ്ടെങ്കിൽ നല്ല വീടുണ്ടാകും, കാശുണ്ടെങ്കിൽ നല്ല വണ്ടി ഉണ്ടാകും, കാശുണ്ടെങ്കിൽ നല്ല കൂട്ടുകാരുണ്ടാകും, കാശുണ്ടെങ്കിൽ നല്ല വീട്ടുകാരുണ്ടാവും. സ്വത്രം, ഇനി കാശുണ്ടെങ്കിൽ എൻ്റെ കലവറയ്ക്കകത്ത് ഇഷ്ടം പോലെ നന്മയും ഉണ്ടാകും. ഉണ്ടല്ലോ, ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. കാശുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിനക്ക് സ്വസ്ഥതയുണ്ടോ? നിനക്ക് സ്വസ്ഥതയുണ്ടോ? അടുത്തത്, നിനക്ക് തിന്നാൻ ഭാഗ്യമുണ്ടോ? സ്വത്രം, കുഞ്ഞ്, സമാധാനം അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. നിനക്ക് ദൈവം തന്ന ഈ ഭൂമിയിൽ സമാധാനത്തോടെ തിന്നുകുടിച്ച് സുഖമായി കിടന്ന് ഉറങ്ങാൻ കഴിയണമെങ്കിൽ, നിന്റെ ഉറക്കം കെടാതെ ഇരിക്കണമെന്ന് നിന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, നിന്റെ അകത്ത് ദൈവം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഓട്ടം നനയ്ക്കാതെ നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും വൈദ്യന്മാരെ തേടി, ലോകത്തിലെ മന്ത്രവാദികളെ തേടി, ലോകത്തിന്റെ കുരിശും തൊട്ടി തേടി, ലോകത്തിലെ പുണ്യസ്ഥലങ്ങൾ തേടി നീ ഓടേണ്ടി വരും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, ഞാൻ തോറ്റുപോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ലെന്ന് പറയുന്ന ഏതൊരു ദൈവവിശ്വാസിയുണ്ടോ, ഏതൊരു ദൈവ പൈതലുണ്ടോ, അവൻ പറയും, ഞാൻ ഓടുകയില്ല, ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോക്ഷപ്രാപ്തിക്ക്, അല്പം സമാധാനത്തിന്, അല്പ സന്തോഷത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവർ, സ്വത്രം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർ, നേർച്ചകൾ കാഴ്ചകൾ കൊടുക്കുന്നവർ, സ്വത്രം, എന്നിട്ട് നിരാശയോടെ വീട്ടിൽ വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടെന്ന് ചോദിച്ച് വ്യാകുലപ്പെട്ട് മനങ്കലക്കിയിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ വിളിക്കാറുണ്ട്. പ്രാർത്ഥിക്കണേ പാസ്റ്ററെ, ഇന്നതെല്ലാം ചെയ്തിട്ടും സ്വത്രം ഒന്നും ഒരു പൂർണ്ണതയിൽ എത്തുന്നില്ല. ഞാനിങ്ങനെ പറയും, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്ക്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ മതി. നിങ്ങളുടെ പണം ദൈവത്തിന് വേണ്ട, നിങ്ങളുടെ കോഴിയെ ദൈവത്തിന് വേണ്ട, നിങ്ങളുടെ വസ്തുവകൾ ഒന്നും എൻ്റെ ദൈവത്തിന് വേണ്ട. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അത് പ്രകാരം ദൈവമുഖത്തേക്ക് നോക്കി നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ, എന്നെ മറന്ന് കളയല്ലേ എന്നൊന്ന് പറഞ്ഞു നോക്കൂ കുഞ്ഞെ. നേർച്ചകൾക്കും കാഴ്ചകൾക്കും കൂടാശകൾക്കും നാട് പിന്നെ പുണ്യസ്ഥലങ്ങൾക്കും ഒന്നും പോയാൽ നീ ആഗ്രഹിക്കുന്ന ലഭിക്കത്തില്ല. നിന്റെ ഹൃദയത്തിനകത്ത് യേശു വന്നാൽ, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനം കയറിയാൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ ദൈവിക ആരാധന വെളിപ്പെട്ടാൽ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന പുറത്തു വന്നാൽ, കുഞ്ഞെ, നീ തോൽക്കത്തില്ല. നിന്നെ തോൽപ്പിക്കുവാൻ ഒരു രോഗത്തിനും കഴിയത്തില്ല, നിന്നെ തോൽപ്പിക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല, നിന്നെ തോൽപ്പിക്കുവാൻ ഒരു ബാങ്കുകാർക്കും കഴിയത്തില്ല, നിന്നെ തോൽപ്പിക്കുവാൻ ലോകത്തിലൊരു അധികാരി വർഗത്തിനും കഴിയത്തില്ല. നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഭൂതലത്തിൽ ഉണ്ടായിരിക്കത്തില്ല. ഒരു ഭക്തൻ ഇങ്ങനെ പാടി, എന്റെ കീഴ്വസ്ത്രം എന്നു മാറും, എന്റെ വെള്ളവസ്ത്രം എന്നു കിട്ടും, എന്റെ ചെറ്റപ്പുര എന്നു മാറും, എന്റെ അക്കര വീട്ടിൽ ഞാൻ ചെന്നു ചേരും. 12 മക്കളുണ്ട് ആ അപ്പച്ചന്. സ്വത്രം, വീട്ടിൽ നിന്ന് യേശുവിനെ അറിഞ്ഞതുകൊണ്ട് അമ്മാമ്മ 2 കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാ. വന്ന വഴി ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും മക്കളെ നഷ്ടപ്പെട്ടില്ല, ഇഷ്ടം പോലെ ഉണ്ടായി. സ്വത്രം, ഈ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അപ്പച്ചനും അമ്മച്ചിയും രാത്രിയിൽ പായില്ല, കീറിപ്പറിഞ്ഞ പായ. സ്വത്രം, ആകാശത്തോട് നോക്കിയ ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണാം. ഇപ്പോഴാണ് രാത്രി നക്ഷത്രത്തെ കാണാൻ വലിയ പാട്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ് ഇന്നേക്ക് ഒരു 25 വർഷത്തിന് മുമ്പ് ആകാശത്ത് നോക്കിയ നക്ഷത്രം കാണാം എന്നൊരു, നക്ഷത്രങ്ങളെ കാണുന്ന ഒരു കാലമുണ്ട്, നക്ഷത്രത്തെ കാണാത്ത ഒരു കാലമുണ്ട്. ഇപ്പം കാലം മാറി എന്ന് നമ്മൾ പറയുമ്പോൾ കാലമല്ല മാറിയത്, നമ്മളാ മാറിയത്. നമ്മുടെ കോല
ശാപമാണ് മാറിയത്. അതുകൊണ്ട് സ്വർഗം പറഞ്ഞ് നീ എന്നെ മറന്ന് നിന്റെ ഇഷ്ടത്തിന് നീ ജീവിക്കുന്നുണ്ട്, നീ അനുഭവിച്ചോടാ കുഞ്ഞെ എന്ന് പറഞ്ഞ് പ്രകൃതിയിൽ നിന്ന് ദൈവം അങ്ങ് മാറി. സ്വത്രം പ്രപഞ്ചത്തിന്റെ കാലാവസ്ഥയെ ദൈവം അങ്ങ് മാറ്റി. സ്വത്രം ഇപ്പം മഴ എപ്പോഴാ, വെയിലെപ്പോഴാ, തണുപ്പെപ്പോഴാ, ചൂടെപ്പോഴാന്ന് ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ സ്വത്രം കാലാവസ്ഥ പോലും സ്വത്രം മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത് സ്തോത്രം പ്രകൃതിക്ക് സ്വത്രം ദൈവത്തിന് മേൽ അധികാരമുണ്ട്. സ്വത്രം പ്രപഞ്ചം ദൈവം പറയുന്നത് പോലെ ചലിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വത്രം ദൈവം പറഞ്ഞതിങ്ങനെ വഷളത്വം നിറഞ്ഞ മനുഷ്യനെന്ന് മടങ്ങി വരുമോ അന്ന് സമയത്തിന് ഞാൻ അവന് മഴ കൊടുക്കും. അവൻ എപ്പോഴെൻ്റെ മുഖത്തേക്ക് നോക്കുമോ ഞാൻ അവന് തക്ക സമയത്ത് തീൻ കൊടുക്കും, സ്വത്രം ആഹാരം കൊടുക്കും. അവൻ എപ്പോൾ എൻ്റെ അടുക്കലേക്ക് വരുമോ ഞാൻ അവന് സമാധാനം കൊടുക്കും. ഈ നല്ല പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് തരുമെന്ന് പറഞ്ഞുവെങ്കിൽ, എൻ്റെ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ, എൻ്റെ കർത്താവ് നടത്താമെന്ന് പറഞ്ഞെങ്കിൽ നിന്നെ കിടത്തത്തില്ല കുഞ്ഞെ. സ്വത്രം എൻ്റെ കർത്താവ് പറഞ്ഞത് എൻ്റെ കർത്താവ് ചെയ്യും. അങ്ങനെയെങ്കിൽ നീ കിടക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? എഴുന്നേറ്റ് ഓടാൻ കഴിയാതെ നീ ബലഹീനമായി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നെ ഇത്രത്തോളം ഒഴിവാക്കിയ, നിന്നെ ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് നടത്തിയ ദൈവത്തെ നീ മറന്ന് നിന്റെ അപ്പനും അമ്മയും പറയുന്നത് കേട്ടനുസരിക്കാതെ നീ ലോകം പറയുന്നത് കേട്ട് ലോകത്തിന് പിന്നാലെ പോയത് കൊണ്ടാ. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കയില്ല എന്ന്. എന്തുകൊണ്ടാ അത് പറഞ്ഞെന്നറിയാമോ? നീ മദ്യം കുടിക്കുന്നത് കൊണ്ടല്ല പറഞ്ഞത്. സ്വത്രം നീ മദ്യം കുടിച്ചാൽ നിനക്ക് പോയി, പക്ഷെ അതുകൊണ്ടല്ല പറഞ്ഞത്. അത് കാരണം നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്നെ പുരാഗിക്കൊണ്ടിരിക്കുക, ശാപിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം കാണുന്നവരെല്ലാം നിന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുക. സ്വത്രം ഞാനിങ്ങനെ പറയട്ടെ, ഒറ്റ കാര്യം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുക. സ്വത്രം പണ്ട് യേശു കർത്താവ് യെരൂശലേം തെരുവീതിയിലൂടെ കുരിശെടുത്തുകൊണ്ട് വീണും എഴുന്നേറ്റും പോകുമ്പം അത് കണ്ട യെരൂശലേമിലെ സഹോദരിമാര് സ്വത്രം അവിടെ നിന്ന് വാവിട്ട് പൊട്ടിക്കരഞ്ഞു. സ്വത്രം പൊട്ടിക്കരയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു ഒരു വാക്കുണ്ട്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു കർത്താവ് പറഞ്ഞത് സ്വത്രം യേശുവിനെ 5 കോടതിയിൽ മാറി മാറി വിസ്തരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൻ നീതിമാനെങ്കിൽ, സ്വത്രം ഇവൻ ഞങ്ങളുടെ രക്ഷകനാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, സ്വത്രം ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെന്ന്. പാവം ആ തലമുറ എന്ത് പിഴച്ചു നോക്കണം. ഈ അപ്പൻ വരുത്തി വെച്ച വെന, ഈ അമ്മ വരുത്തി വെച്ച വെന. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊക്കെ അമ്മച്ചിമാര് സ്വത്രം പറഞ്ഞത്, അവനോ അവളോ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ചേച്ചി പാവ ചേച്ചി, ചെയ്യല്ല ചേച്ചി, മോശമ ചേച്ചി, ദൈവകോപം വരും ചേച്ചി. ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ പാപം എൻ്റെ മേലും എൻ്റെ തലമുറ മേലും വരട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട്. സ്വത്രം തലമുറകളെ കൂടി നാം ചെയ്യുന്ന പാപത്തിന് കൂട്ടുപിടിക്കുന്ന മാതാപിതാക്കൾ. കർത്താവ് അന്ന് യെരൂശലേമിന്റെ തെരുവിൽ നിന്ന് പറഞ്ഞതാ, നിന്റെ തലമുറയോർത്ത് നീ കരഞ്ഞോ, നിന്റെ തലമുറയോർത്ത് നീ കരഞ്ഞോ, കാരണം നീ വരുത്തി വച്ചതിന്റെ ശിക്ഷ നിന്റെ തലമുറയ്ക്ക് കൂടി വരും. ഈ നല്ല പകലിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്നാൽ നിലവിളിക്കാൻ, ദൈവസനിൽ ഇടിവ് നിൽപ്പാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ, ദൈവവചനം ആരായുവാൻ, ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി ദൈവസനിൽ മുഴങ്കാലും അടക്കം നീ തയ്യാറാണെങ്കിൽ നിന്റെ പിതാക്കന്മാരുടെ ശാപം നിന്റെ മേൽ വരത്തില്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞു നിർത്താം. 4 തലമുറ വരെ ശാപവും 1000 തലമുറ വരെ അനുഗ്രഹവും. സ്വത്രം അങ്ങനെയാണെങ്കിൽ ശാപം മാറേണ്ടതിന് സ്വത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വ്യക്തമായി തെളിയിച്ചു തരാം. എൻ്റെ അപ്പൻ ചെയ്ത പാപം, എൻ്റെ അപ്പൻ വലിച്ചു വെച്ച ശാപം, സ്വത്രം അത് എന്നെ പിന്തുടരും.
സ്വത്രം, അത് എന്നെ പിന്തുടരും. സ്വത്രം, ഞാൻ അറിഞ്ഞു എൻ്റെ അപ്പൻ ഇതൊക്കെ ചെയ്ത മനുഷ്യനാ, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാതെ എന്നും എന്നും തകർന്നും തളർന്നും ക്ഷീണിച്ചും കെട്ടും കിടക്കുന്നത്. സ്വത്രം, അതുകൊണ്ട് ദൈവമേ, എൻ്റെ അപ്പൻ ചെയ്ത പാപം, എൻ്റെ അപ്പൻ ചെയ്ത ദോഷഫലങ്ങൾ, എൻ്റെ അപ്പൻ വരുത്തി വെച്ച ശാപം എൻ്റെ മേൽ കണക്കിടല്ലേ എന്ന് ദൈവത്തോട് ഞാൻ ഇവിടെ നിന്ന് പറയും. സ്വത്രം, എൻ്റെ അപ്പനു വേണ്ടി ഞാൻ ദൈവത്തോട് മധ്യസ്ഥ അണയ്ക്കും. എന്നിട്ട് പറയും, എൻ്റെ തലമുറയോട് എൻ്റെ അപ്പൻ്റെ പാപം കണക്കിടല്ലേ ദൈവമേ. ഇതാ ഇടിവ് നിൽക്കുന്നത്, അല്ലാതെ അയ്മേനിയും തിരുമേനിയും പോപ്പും ഉപദേശം ഇടയ്ക്ക് നിന്ന് പറ്റത്തില്ല കുഞ്ഞ്. നീ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. നിന്റെ അപ്പന്റെ പാപം നീ വഹിച്ചിട്ട് അത് ദൈവത്തിന്റെ കൈ കൊടുത്താൽ നിന്റെ തലമുറ അത് കണ്ട് വിടുതൽ പ്രാപിക്കും. എൻ്റെ മോൻ പറയും, എൻ്റെ അപ്പച്ചൻ ദൈവസന്നിധി കരഞ്ഞതിൻ്റെ പ്രതിഫലമാ ഞങ്ങൾ അനുഭവിക്കുന്ന നന്മ. അവൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കും, പോയിരുന്നു പ്രാർത്ഥിക്കടാ. 4ാമത്തെ തലമുറ വരെ ശാപമുണ്ടെങ്കിൽ 3ാമത്തെ തലമുറ പ്രാർത്ഥിക്കാൻ മുഴങ്കാലം അടക്കം. 4ാമത്തെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. അവൻ്റെ തലമുറ എല്ലാം പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ച നന്മയാ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നേ. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. സ്വത്രം, അങ്ങനെ അനുഗ്രഹം പ്രാപിപ്പാൻ ഒറ്റ വഴിയുള്ളു. ആറ് നീന്തണ്ട, കടല് കടക്കണ്ട, കുളത്തിലിറങ്ങണ്ട. കർത്താവിന്റെ വചനം പറയുന്ന അനുസരിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച അഭിഷക്തന്മാരുടെ കൈക്കീഴ് വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. കർത്താവ് പറയും പിന്നെ നീ എന്തോ ചെയ്യണമെന്ന്. അതനുസരിച്ച് നീ യാത്ര ചെയ്താൽ സങ്കീർത്തനം, സ്വത്രം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം, സ്വത്രം, അതിൻ്റെ 1 മുതൽ 2-3 വാക്യം വായിക്കാം. എന്നിട്ട് 15-ന്റെ 2 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം എടുത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ വായിച്ചോ. സ്വത്രം, ആവർത്തന പുസ്തകം കണ്ടില്ലയോ? സ്വത്രം, ആവർത്തന പുസ്തകം 28-ന്റെ 1, 2, 3 വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ നോക്കി നിന്റെ ദൈവമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദൈവമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നറിയാമോ? രക്ഷ ഗ്രൂപ്പല്ല, ഒറ്റയ്ക്ക. അവനവനാ രക്ഷ വരുന്നത്. സ്വത്രം. അയ്യോ കർത്താവ് എനിക്ക് തന്ന രക്ഷ കുറച്ച് അവനോട് കൊടുത്തരെന്ന് പറഞ്ഞ് അങ്ങ് വിഭാഗിക്കുന്നവനല്ല, വീതം വെക്കുന്നവനാണ്. നിന്റെ അവകാശം നിനക്ക് മാത്രമുള്ളതാ. നീ പറയുന്നത് നിന്റെ കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ അവൻ്റെ അവകാശം ദൈവം അവന് കൊടുക്കും. നിന്റെ അവകാശം ദൈവം നിനക്ക് തരും. അങ്ങനെയാണെങ്കിൽ ഏകമാണ്, ഡബിളല്ല. സ്വത്രം. പറഞ്ഞു, കേട്ടനുസരിക്കണം. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചാൽ, ആ താഴോട്ട് വായിച്ചാൽ മതി, ബൈബിൾ ഉള്ളവരുടെ വീട്ടിലെടുത്ത് വായിച്ചാൽ മതി. സകല അനുഗ്രഹങ്ങളും, സർവ്വ അനുഗ്രഹങ്ങളും, ഭൂമിയിൽ എന്തൊക്കെ നീ സ്വപ്നം കാണുന്നു അതെല്ലാം നിന്റെ വീട്ടിൽ വരും, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ഇനി അതിൻ്റെ 15-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ പറയും, അനുസരിക്കാതിരുന്ന പിന്നെ ഊതയ്ക്ക് വരെ പണിയൊന്നും ഞങ്ങളെ പെന്തിക്കോസിലാക്കാൻ വേണ്ടി, ഞങ്ങളെ പെന്തിക്കോസിൽ പിടിച്ച് മീശയെടുപ്പിച്ച് താടി പിടിപ്പിച്ച് ഞങ്ങളെ മുക്കാൻ വേണ്ടി അയാളിങ്ങനെ ഇറക്കുന്നൊരു ഇറക്കുമതിയാ. പോടാവില്ലേ, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് ഉള്ള ശാപം മുഴുവൻ നീ വാങ്ങിക്കെട്ടുമെന്ന്. സ്വത്രം. 15 മുതൽ താഴോട്ട് വായിച്ചാൽ മതി. സ്വത്രം. നീ എല്ലാ നിലയിലും ആഗ്രഹിക്കുന്നത് തോറ്റുപോകാനല്ല, പക്ഷെ നിന്നെ തോൽപ്പിച്ച് കളയുന്ന ഒരു പിശാച് നിന്റെ പിന്നാലെ ഉള്ളത് കൊണ്ടാ കുഞ്ഞെ നീ മിക്ക സ്ഥലത്തും തോറ്റുപോകുന്നത്. നിന്റെ കരത്തിൽ വരുന്ന സാമ്പത്തികം വേണ്ടവണ്ണം നിനക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത് ദൈവത്തിൻ്റെ സന്നിധി നീ നിൽക്കാതെ പോകുന്നത് കൊണ്ടാ. ദൈവവചനം പറയുന്ന അനുസരിച്ച് നീ യാത്ര ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു നാമധേയ സഭയിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പാപം ഏറ്റു പറഞ്ഞ്, സ്വത്രം, നല്ല കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഏറ്റു പറഞ്ഞിട്ട് ഉപേക്ഷിക്കുവോ? ഇല്ല. ചെന്നിരുന്ന് കൂടിൻ്റെ മുമ്പിൽ ചെന്നിരുന്നോട്ട് ഇങ്ങനെ പറയും, അച്ചോ ഞാൻ ഇന്ന പാപങ്ങളെല്ലാം ചെയ്തു. മോനെ, ദൈവം നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. മുറിയോ റായിസെ മേലെ റുവാസ റായിക്കുമോ ഇങ്ങനെ ഒന്ന് കാണിച്ചു വിടും. വീണ്ടും ഇറങ്ങി വന്ന് അത് തന്നെ അവൻ ചെയ്യുന്നത്. പക്ഷെ പെന്തിക്കോസിനകത്ത് വന്ന്
പാപം ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നിരുന്നാല് ഉപദേശി പറയും, സഹോദര നിന്റെ പരിപാടി ശരിയല്ല, ഇവിടെ അത് പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ആര് എവിടെ വരത്തില്ലെന്നറിയാമോ? പെന്തിക്കോസി വരത്തില്ല. കാരണം ഇങ്ങാരെ എപ്പോൾ പറഞ്ഞാലും മാനസാന്തരമേ പ്രസംഗിക്കത്തുള്ളൂ. നീ ശരിയാവണം, നീ നന്നാവണം, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഇതാ ഉപദേശിയുടെ പരിപാടി. അച്ഛൻ ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഇത് കണ്ടിട്ട് നമ്മളും ആമേൻ. അവസാനം ആ മീനും നിന്റെ തലയിൽ വീഴും. സ്തോത്രം. നീ രക്ഷപ്പെടത്തില്ല കുഞ്ഞെ. ഒറ്റ കാര്യം, സങ്കീർത്തനം 128:2, നിന്റെ കൈകളുടെ അധ്വാനം പോലും നീ തിന്നുന്നുണ്ടോ? ആശുപത്രിയിലല്ലേ പോകുന്നത്? സ്വത്രം. പലിശക്കാരല്ലേ കൊണ്ടുപോകുന്നത്? നാട്ടുകാരല്ലേ കൊണ്ടുപോകുന്നത്? നിനക്ക് തിന്നാൻ ഭാഗ്യമുണ്ടോ? ഒന്ന് തിന്നണമെന്ന് ആഗ്രഹിച്ചാൽ കൂട്ടുകാരെ വിളിച്ച് ചോദിക്കണ്ടേ? സ്വത്രം. എന്താ തിന്നാൻ കഴിയാത്തത്? ഇന്നലെയും കയ്യിലുണ്ടായിരുന്നല്ലോ, ഇപ്പൊ കയ്യിലുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ന് പകല് നിങ്ങളോട് പറയട്ടെ, നിന്റെ കയ്യിലെ നന്മ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ടതാ. അതൊരു പിശാചോ ശത്രുവോ കൊണ്ടുപോകുന്നെങ്കിൽ കുഴപ്പം ദൈവത്തിന്റെ കയ്യിലല്ല, നിന്റെ കയ്യിലാ. നീ കൊടുക്കരുതെന്നല്ല കേട്ടോ. വിശക്കുന്നവന് കൊടുക്കണം, ദാഹിക്കുന്നവന് കൊടുക്കണം, വീണ് കിടക്കുന്നവന് താങ്ങി എഴുന്നേൽപ്പിക്കണം, മുറിവുള്ളവന്റെ മുറിവ് വെച്ച് കെട്ടണം, അവന് വേണ്ടുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞും കൊടുക്കണം. മോനെ, ഇതെന്നും കിട്ടത്തില്ല. നീ യേശുവിനെ വിളിച്ചാൽ നിനക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുതരുമെന്ന് പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കാൻ അവനെയും പഠിപ്പിച്ചാൽ നീ ഒരു അനുഗ്രഹമാകും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, സ്വത്രം, ഞാൻ എൻ്റെ അനുഗ്രഹം, എന്നിലുള്ള ശുശ്രൂഷ ഞാൻ നിങ്ങൾക്ക് തരികയാ. പോകുവിൻ, ചെന്നായി കിടന്ന കുഞ്ഞാടുകളെ പോലെ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം പ്രാർത്ഥിച്ച്, ഭൂതം ബാധിച്ചവരെ ശാസിച്ചവരെ ഭൂതത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. സ്വത്രം. കരയുന്നവന്റെ കണ്ണുനീര് തുടച്ചവനെ ചേർത്ത് പിടിക്കണം. യേശു പറഞ്ഞ സ്നേഹത്തിൽ നീ നിന്നാൽ, സ്വത്രം, നീ മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നിന്റെ കൂട്ടാളി മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനത്തിനകത്ത് നിന്നെ തേടി അനേകർ വരും. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് കുഞ്ഞെ, നീ ഒരു അനുഗ്രഹമാ കുഞ്ഞെ. ദൈവം നിന്നെ അനുഗ്രഹിച്ച ഭൂമിയിലാക്കിയത്. നീ ശാപം പിടിച്ചവനല്ല കുഞ്ഞെ, നീ ശാപം പിടിച്ചവളല്ല കുഞ്ഞെ. ഒരുത്തനും നിന്നെ ശപിക്കാൻ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ. ഒരു മന്ത്രവാദി നിന്നെ തോൽപ്പിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല കുഞ്ഞെ. ഒരു രോഗം കടന്നു വന്ന് നീ വീണ് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ. നീ വിശ്വസിക്ക്, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അവൻ എൻ്റെ ഉൾപ്പകുതി അവസാനത്തോളം അവൻ എന്നെ കാക്കും. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം നീ ഭൂമിയിൽ പാർക്കുമ്പോൾ പട്ടിണി കിടക്കാനല്ല കുഞ്ഞെ ദൈവം നിന്നെ വിളിക്കുന്നത്. രോഗിയായി കിടക്കാനല്ല കുഞ്ഞെ ദൈവം നിന്നെ വിളിക്കുന്നത്. ശാപം പേറിയവനായി മറ്റുള്ള മുമ്പ് തലകുരിച്ച് നിൽക്കാനല്ല കുഞ്ഞെ ദൈവം നിന്നെ വിളിക്കുന്നത്. വാ, നീ ഉയർച്ച പ്രാപിക്കും. കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. ആ ഉയർച്ച പ്രാപിക്കാൻ നമുക്ക് കർത്താവിന്റെ കരുത്തിൽ കൊടുക്കാം. ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.